കുളിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെ പച്ചക്കറികളും കന്നുകാലികളൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്, അതുപോലെ ഒഴുക്കില്ലാത്ത സ്ഥലമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി ഇതുപോലെ വരുന്നത്. മേലെ ഇങ്ങനെ മറച്ചത് കൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് അതിൽ നിന്നും ചാക്ക് കണക്കിന് ബീട്രൂട്ടാണ് ഈ ഒരു ദാർപ്പായിലേക്ക് ചെരിയുന്നത്. അങ്ങനെ അതിൽ വന്ന ആളുകളൊക്കെ തന്നെ അത് കഴുകുന്നൊരു പ്രൊസീജിയറിലേക്കാണ് കിടക്കുന്നത്. ജ്യൂസാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാരറ്റൊക്കെ ഇതുപോലെ കഴുകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ബീട്രൂട്ട് കഴുകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ചൂട് കാരണം എല്ലാവരും തോർത്തുമുണ്ടൊക്കെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. സ്ത്രീകളും 2-3 പുരുഷന്മാരും കൂടിയിട്ടാണ് ഇതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കുളിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല ഏരിയയിലും പോയി നോക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല. പിന്നീട് ഇവർ പറഞ്ഞു കന്നുകാലികളെയും അതുപോലെ താറാവിനൊക്കെ ഇറക്കി കുളിപ്പിക്കുന്ന, ഇതുപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് കഴുകി കൊണ്ടുപോകുന്ന സ്ഥലമാണ് എന്നുള്ളത്. ഈ ഏരിയയിൽ ചുറ്റുപാടും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമാണ് ബീട്രൂട്ട് എന്നെല്ലാം അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. സൗന്ദര്യവർദ്ധക മെഡിസിൻസിലും അതുപോലത്തെ ക്രീമുകളിലൊക്കെ തന്നെ ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞ് വളരെ നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളോടൊക്കെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുപ്പ് നിലമാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ള ഈ ഒരു സ്ഥലം. എന്ത് ധൈര്യത്തിലാണ് ഡ്രൈവർ അങ്ങോട്ട് ഇറക്കി എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇനി കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നത്. ഇത്ര നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് ഇവരുടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ തടാകത്തിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് കാണുന്നത് റോഡാണ്. അങ്ങനെ നമ്മൾ മറുഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെയും ഒരു സ്ത്രീ ഉണ്ട്, അപ്പുറത്തും ഒരു സ്ത്രീ ഉണ്ട്, 2 പുരുഷന്മാരുമുണ്ട് ഈ ഒരു ബീട്രൂട്ട് കഴുകുന്നതിന്. ചാക്കിലൊക്കെ ആക്കിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് വാഹനം ഇവിടെ നിന്ന് മാറ്റണേ. വാഹനം ടയറിൻ്റെ അടിഭാഗത്തായിട്ട് ചാക്കുകളൊക്കെ നിരത്തിയിട്ടാണ് വലിപ്പിച്ച് കയറ്റിയത്. കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് കയറിപ്പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ കയ്യിൽ ഈ ചാക്കുള്ളത് കൊണ്ട് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ചാക്കാണ് ടയറിന് അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ സുഖകരമായിട്ട് കയറിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ അവിടെയൊക്കെ ചളിയിൽ പൂണ്ട് കഴിഞ്ഞാൽ ചരല്, മണൽ ഇങ്ങനെയൊക്കെയാണ് ഇട്ട് കാണാറ്. അതിന് പകരം ഇത് ഉപയോഗിക്കാം എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അവർ ആ ഒരു ദാർപ്പായിലേക്ക് മുഴുവൻ ബീട്രൂട്ടും ചെരിഞ്ഞ് പിന്നീട് അത് എല്ലാവരും കൂടിയിട്ട് കഴുകുകയാണ്, പിന്നീട് ചാക്കിലേക്ക് നിറക്കുകയാണ്.